മദ്യപിച്ച് ജീപ്പ് ഓടിച്ച് സ്കൂട്ടറിൽ സഞ്ചരിച്ച ദമ്പതികളെ കൊന്നു. കിളിമാനൂരാണ് സംഭവം. സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന കൊല്ലം കുമ്മിൾ പഞ്ചായത്തിലെ പുതുക്കോടുള്ള രാജേഷ്, ഭാര്യ അംബിക, അവരെ പുറത്താണ് മദ്യപിച്ച് ജീപ്പ് ഓടിച്ച വാഹനം ഇടിച്ചു കയറിയത്. 3-ാം തീയതി ഉണ്ടായ സംഭവമാണത്. 7-ാം തീയതി അംബിക ആശുപത്രിയിൽ കടന്ന് മരിച്ചു. രാജേഷ് 19-ാം തീയതി മരിച്ചു. ഈ സംഭവത്തോടനുബന്ധിച്ച് അപകടം ഉണ്ടായത് സമയത്ത് തന്നെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടിയവരെ നാട്ടുകാർ ഒരാളെ ഓടിച്ചിട്ട് പിടിച്ചു. കാരണം ആ വാഹനത്തിൻ്റെ CCTV ദൃശ്യവും അപകടത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതിവേഗത്തിൽ വരുന്ന ജീപ്പാണ്. അത് സ്കൂട്ടറെ സഞ്ചരിച്ചിരുന്ന ദമ്പതികളെ ഇടിച്ചിട്ടിട്ട് അത് മുന്നോട്ട് ഓടി വീണ്ടും അവിടെ റോഡിൻ്റെ ഇടതുവശത്തുള്ള ഒരു പോസ്റ്റിൽ ഇടിച്ച് അത് റീബൗണ്ട് ചെയ്ത് റോട്ടിൽ കൂടെ കറങ്ങി നടന്ന് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നു. അവിടുന്ന് വാഹനം എടുത്ത് പോകാൻ ശ്രമിച്ചപ്പോൾ നാട്ടുകാർ തടഞ്ഞു. അതിനകത്ത് പൂന്തറയിലുള്ള വിഷ്ണു എന്നൊരാളുണ്ട്. അയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു. പോലീസും നാട്ടുകാരും എല്ലാം കൂടി വാഹനം പിന്നീട് അവിടെ കിളിമാനൂർ പോലീസ് സ്റ്റേഷന് മുമ്പിൽ റോഡരികെ നമുക്ക് കാണാം. യാത്ര ചെയ്യുമ്പോൾ ധാരാളം വാഹനങ്ങൾ റോഡരി അപകടം പറ്റിയത് കിടക്കുന്ന കാണാം. അവിടെ പോലീസ് സ്റ്റേഷൻ മുൻവശത്ത് കൊണ്ടുപോയിട്ടു ജീപ്പ്. അതിനുശേഷം പ്രതിയെ അവർ ജാമ്യത്തിൽ വിട്ടു എന്ന് പറയുന്നു. ജാമ്യത്തിൽ വിട്ട അയാൾ അടുത്ത ദിവസം ഹാജരാകാനാണ് നിർദ്ദേശം കൊടുത്തത്. അടുത്ത ദിവസം അയാൾ വന്നില്ല. അയാൾ മുൻകൂർ ജാമ്യത്തിന് പോയി. അതോടൊപ്പം തന്നെ സ്കൂട്ടർ ഇടിച്ചിട്ട് ശേഷം ആ വാഹനം ധൃതിയിലെടുത്തപ്പോൾ വീണ്ടും അപകടത്തിലെ റോഡിൽ വീണ സ്ത്രീയുടെ തലയിൽ കൂടെ ജീപ്പ് കയറ്റിക്കൊണ്ട് പോയി എന്നാണ് പറയുന്നത്. ഏതായാലും പോലീസ് ആ ഭാഗം അന്വേഷിക്കുന്നില്ല. തെറിച്ചു വീണെന്നേ ഉള്ളൂ പോലീസ് പറയുന്നത്. തലയിൽ കൂടെ കയറിയില്ല. പക്ഷേ ഹോസ്പിറ്റലുകാർ വാഹനം അവരുടെ ദേഹത്തൂടെ തലയിലോട്ട് കയറി എന്ന് തന്നെയാണ്. അങ്ങനെയുള്ള മുറിവുകളാണ് ഉണ്ടായത് അവർക്ക്. അതുകൊണ്ടാണ് അംബിക 3-ാം ദിവസം തന്നെ മരണപ്പെട്ടു. മറ്റേ ഹസ്ബൻഡ് 19-ാം തീയതി ആണ് മരണപ്പെട്ടത്. ഈ സംഭവത്തോടനുബന്ധിച്ച് നാട്ടുകാർ ഒരാളെ പിടിച്ചേൽപ്പിച്ച കൂടെ 3 പേരുടെ ഐഡൻറ്റി കാർഡ് അത് പോലീസിൽ ഏൽപ്പിച്ചു. ഒന്നൊരു പോലീസുകാരൻ്റെ കാർഡായിരുന്നു. അതുകൊണ്ടായിരിക്കാം പോലീസ് ഇതുപോലെ കളി കളിച്ചതെന്ന് അറിയില്ല. ആ കാർഡുകൾ മുഴുവൻ വാഹനത്തിൽ നിന്ന് പോലീസ് കൊണ്ടുപോയി. ആളെ തിരിച്ചറിയാമല്ലോ. പക്ഷേ നാട്ടുകാർ പിടിച്ചേൽപ്പിച്ച ആൾ വിഷ്ണു പോലീസ് സ്റ്റേഷനിൽ നിന്ന് എങ്ങനെ ജാമ്യത്തിൽ പോയെന്ന് അറിയത്തില്ല. ഈ ഓടിയവരിൽ ഒരു പോലീസുകാരനുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എല്ലാവരും നല്ലതായിട്ട് മദ്യപിച്ചിരുന്നു. മദ്യപിച്ച് വാഹനം റോഡിൽ കൂടെ ഓടിച്ചാണ് ആ ദമ്പതികളെ കൊന്നത്. ഇതിനോടനുബന്ധിച്ചുള്ള അന്വേഷണത്തിൻ്റെ അകത്ത് കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ പോലീസ് എങ്ങനെയാണ് ഇതുപോലെ പെരുമാറുന്നത്? ഏതായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി എന്ന് തൊട്ടു പുറകെ അവിടുത്തെ SHO ജയനെ, അതുപോലെ തന്നെ SI RU അരുൺ, ഗ്രേഡ് SI ഷജീം എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അത് നല്ല കാര്യം ഗവൺമെൻറ് ചെയ്തത്. ഏതായാലും പിടിച്ചുവിട്ട നാട്ടുകാർ പിടിച്ചേൽപ്പിച്ച വിഷ്ണു, അയാളെ പിന്നെ കണ്ടിട്ടില്ല. അയാൾ പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ പോയി. അടുത്ത ദിവസം വരാമെന്നുള്ള കണ്ടീഷനിൽ അതും നടന്നില്ല. പ്രതികളെ ആരെയും കിട്ടാത്തതുകൊണ്ട് പബ്ലിക് അജിറ്റേഷൻ കൂടിയതുകൊണ്ട് അതിയന്നൂർ കൊച്ചുമണ്ണറ വീട്ടിലെ ആദർശനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികൾ അവിടെ നിന്ന് ചാടിപ്പോയ ശേഷം ആദർശൻ്റെ ഫോണിൽ കൂടെയാണ് പിന്നീട് അവർ ബന്ധപ്പെടുന്ന പലരെയും. അതുകൊണ്ടാണ് ഇവരെ സഹായിച്ച ആദർശനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കിളിമാനൂർ കൊണ്ടുവന്നത്. കിളിമാനൂരിനടുത്ത് ഉള്ള സ്ഥലത്ത് വെച്ചാണ് കൊല്ലംകാർക്ക് അപകടം ഉണ്ടായത്. അത് പുതുക്കോടുള്ള രാജേഷും അംബികയും അവർ 2 വീലറിൽ കിളിമാനൂർ ഭാഗത്തൂടെ വരുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. അവർ കൊല്ലം സ്വദേശികൾ തന്നെ. അമിത വേഗം തന്നെയാണ് ഈ വാഹന അപകടത്തിന് കാരണം. കിളിമാനൂർ പാപ്പാല എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടായത്.
എന്തായാലും പോലീസിൻ്റെ അന്വേഷണം തീർച്ചയായിട്ടും 2 ജീവൻ എടുത്തതാണ്. അത്ര മികവുറ്റ ഒരു അന്വേഷണം ആയിരുന്നില്ല. ഒരു പോലീസുകാരൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ കാർഡ് കിട്ടിയതുകൊണ്ട് അതിനകത്ത് കള്ളക്കളി കളിച്ചിട്ടുണ്ടോ, അത് ആ സ്റ്റേഷനിലെ പോലീസുകാരാണോ എന്നും അറിയത്തില്ല. ഏതായാലും വാഹനത്തിൻ്റെ നമ്പർ എത്രയാണെന്ന് അറിയില്ല. അത് കള്ള നമ്പരാണോ, വിഷ്ണു എന്നയാൾ അയാൾ പൂന്തറയുള്ളതാണ് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിലും വാഹനം ആര് അതിൻ്റെ നമ്പർ എത്ര, അതെങ്ങനെ ഇവർക്ക് ഈ വാഹനം കിട്ടി, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇവർ മോഷണക്കാരാണോ ഇല്ലയോ എന്ന് സംശയമുണ്ട്. വാഹനത്തിൻ്റെ ഓണർ ആരാണ് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ അപകടം കേരളത്തിൽ ദൈനംദിനം കൂടിക്കൂടി വരികയാണ്. എല്ലാവരും മദ്യപിച്ചാണ് കൂടുതലും ആൾക്കാർ വാഹനം ഓടിക്കുന്നത്. അതൊന്നും പോലീസ് ചെക്ക് ചെയ്ത് നിർത്തുന്നില്ല. രണ്ടാമത് അമിത വേഗത്തിൽ തന്നെയാണ് കേരളത്തിലെ വാഹനങ്ങൾ ദൈനംദിനം കേരളത്തിൻ്റെ റോഡുകളിൽ കൂടി വന്നുകൊണ്ട് കാഴ്ച നമുക്ക് കാണാം. കേരളത്തിലെ ഗ്രാമീണ സ്ഥലത്തുള്ള സിറ്റികളിലൊന്നും സഞ്ചരിക്കാൻ മേലാത്ത രീതിയിൽ വാഹനങ്ങളുടെ പ്രവാഹമാണ്. കേരളത്തിലെ റോഡ് കഴിഞ്ഞ 19 വർഷമായിട്ട് വികസിച്ചിട്ട് അല്പം വീതി കൂട്ടിയെന്നല്ലാതെ ഇവിടെ വാഹനങ്ങൾ പെറ്റുപെരുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കാരണം അതിന് തക്കതായ റോഡുകളൊന്നും സംവിധാനങ്ങളില്ല. കേരളത്തിലെ ഈ വാഹനത്തിൻ്റെ പ്രവാഹം ഏറ്റവും കൂടുതൽ വാഹനം വിറ്റുവരുന്ന സംസ്ഥാനങ്ങളൊന്ന് കേരളം തന്നെയാണ്. കാരണം ഒരാൾക്ക് 2, 3, 4 വാഹനങ്ങളുണ്ട്. 2 വീലർ 2, 3, 4 ഉണ്ട്. അതേസമയത്ത് 2 വീലറും ഒക്കെ അവർ 5-6 മാസം അല്ലെങ്കിൽ 8 മാസം കഴിഞ്ഞിട്ട് തട്ടോ മുട്ടോ ഒക്കെ ഉണ്ടായാൽ അത് റോഡ് സൈഡിൽ ഉപേക്ഷിച്ച് പോകുന്നത് നമുക്ക് കാണാം. കാരണം അത് നന്നാക്കി എടുക്കുന്നതിൽ നല്ലത് പുതിയൊരു വാഹനം ഫൈനാൻസ് ഇട്ടെടുക്കുന്നതാണല്ലോ. അതുകൊണ്ട് റോഡ് സൈഡുകളിൽ അവിടെ ഇവിടെയും ഗ്രാമീണ സ്ഥലങ്ങളിലൊക്കെ ചെറിയ കാടുകളുടെ ഇടയ്ക്കൊക്കെ നമുക്ക് കാണാം 2 വീലർ ധാരാളം അവിടെ ഇവിടെയൊക്കെ പൊടി പിടിച്ച് കിടക്കുന്നത്, അപകടം ചില ഭാഗങ്ങൾ അറ്റുപോയി കിടക്കുന്നതൊക്കെ നമുക്ക് കാണാം. അതുപോലെ കാറുകൾ, മാരുതിയുടെ പല മോഡൽ, പല പഴയ വാഹനങ്ങൾ പലതും റോഡ് സൈഡിലുമൊക്കെ ഇങ്ങനെയൊക്കെ പൊടി പിടിച്ച് കിടക്കുന്നത് നമുക്ക് കാണാം. അതൊക്കെ സർക്കാരിന് മുതൽ കൂട്ടാൻ പറ്റും, അല്ലെങ്കിൽ പോലീസിന് മുതൽ കൂട്ടാൻ. ഇങ്ങനെ റോഡ് സൈഡിൽ കിടക്കുന്ന വാഹനങ്ങളെല്ലാം പോലീസ് ഒരു സെൻട്രൽ സ്റ്റോർ പോലീസ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസിലുണ്ട്. അവരോട് ചേർന്ന് ഇത് എവിടെയെങ്കിലും കൂട്ടിയിട്ടിട്ട് അത് ലേലം ചെയ്ത് കൊടുക്കുകയോ അത് പാർട്സ് അടിച്ച് കൊടുക്കുകയോ ചെയ്താൽ നല്ലൊരു വരുമാനം പോലീസിനുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് റോഡ് സൈഡിൽ കിടക്കുന്ന അൺക്ലെയിംഡ് വാഹനങ്ങൾ കംപ്ലീറ്റ് അതാത് പോലീസ് സ്റ്റേഷനുള്ളവർ അത് ലോറിയെ കയറ്റി എവിടെയെങ്കിലും കൊണ്ടുപോയി ഓരോ ജില്ലകളിൽ സ്റ്റോർ ചെയ്തിട്ട് അത് ഓപ്ഷൻ ചെയ്ത് കൊടുത്താൽ കോടിക്കണക്കിന് രൂപ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മെയിൻ്റനൻസിന്, വാഹനത്തിൻ്റെ മെയിൻ്റനൻസിനുള്ള പണം ലഭിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഈ അപകടം വളരെ കൂടിക്കൂടി വരുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം. കാരണം മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് മാത്രമല്ല, അമിത വേഗമാണ് കേരളത്തിലെ എല്ലാ ജനങ്ങളും, 2 വീലർ ഉൾപ്പെടെയുള്ള കുട്ടികൾ വരെ സ്വീകരിച്ചിരിക്കുന്നത്. ധാരാളം കുട്ടികൾ, മൈനറായ കുട്ടികളും 18 വയസ്സിനകത്തുള്ളവരും മരണപ്പെടുന്നതും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇത് മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റും കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും അതിശക്തമായ നടപടി എടുക്കണം ഇതിന്. എങ്കിൽ മാത്രമേ സ്പീഡ് ലിമിറ്റ് ചെയ്യാനും റോഡിൽ സൈഡിൽ നിന്ന് വാഹനങ്ങൾ സ്പീഡിൽ പോകുന്നതിനെ ചെക്ക് ചെയ്യാനൊക്കെ തയ്യാറാണ് പോലീസ്. കാരണം അതിൻ്റെ നമ്പർ എടുത്തിട്ട് കാര്യമില്ല, അത് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം. കൈ കാണിച്ച് സ്റ്റോപ്പ് ചെയ്ത് വണ്ടി നിർത്തി അവർക്കൊരു പെറ്റി കേസ് അടിക്കുകയോ അല്ലെങ്കിൽ അവർക്കൊരു വാണിംഗ് കൊടുക്കുകയോ അല്ലെങ്കിൽ കാരണം സ്പീഡ് എങ്ങനെയായാലും ശരി നമുക്കറിയാം. ഒരു കാറ് ഒരു 80-85 കിലോ കൂടുതൽ ഹൈവേയിലും അതുപോലെ തന്നെ ഇട റോഡുകളിൽ ഓടാൻ പാടില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ 100-120 കിലോമീറ്റർ സ്പീഡിലാണ് ഓരോ വാഹനങ്ങൾ പോകുന്നത് നമ്മുടെ ദർശനത്തിൽ കാണുന്നത്. അതുകൊണ്ട് പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും അതിശക്തമായി ഇതിനകത്ത് നടപടിയെടുക്കുകയും പ്രതികരിക്കുകയും ചെയ്യുമെങ്കിൽ മാത്രമേ നമുക്ക് കുറേ പേരുടെയെങ്കിലും ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ.